ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയുടെ ആ കുതന്ത്രം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രതീഷ്. അങ്ങനെ ഒളിഞ്ഞിരുന്നെല്ലാം കേട്ട പ്രതീഷാണെങ്കിൽ ആകെ കലിതുള്ളി നിൽക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ പ്രതീഷ് നേരെ സഞ്ജനയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയ്ക്കും ആകെ ഭയം തോന്നി. പ്രതീഷേ, ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ സുശീലാൻ്റെ വിടോ? നിന്നെ വിടാതിരിക്കാൻ എന്താണ്? നിന്നെ വിട്ടില്ലെങ്കിലേ ഞാൻ നിന്നെ കൊണ്ടുപോകും. ദേ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോ, എന്തു വന്നാലും നമ്മൾ പോകുക തന്നെ ചെയ്യുമെന്നും സഞ്ജനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. പക്ഷേ സഞ്ജനയുടെ മനസ്സിൽ ആകെ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് നേരെ ശ്രീനിലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ശ്രീനിലത്തിൽ വന്ന് കണ്ടില്ലല്ലോ സിദ്ധാർത്ഥ്. അതിനുശേഷം സിദ്ധാർത്ഥ് എന്നിട്ട് അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛൻ ഇപ്പോൾ അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല മോനെ, ഒരു അസ്വസ്ഥതയില്ല, ഇപ്പോൾ എൻ്റെ മനസ്സ് വളരെ ശാന്തമായ കാര്യം തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ സരസ്വതി അമ്മയും ഒക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ മോനെ നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് വരുന്നത് ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നാണ്. അച്ഛനെ കാണാൻ വേണ്ടി എനിക്ക് ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അച്ഛാ, മനസ്സിൻ്റെ സന്തോഷം അതാണ് എപ്പോഴും മുഖ്യമായിട്ടുള്ളത്. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അച്ഛൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഞാൻ കൊണ്ടുവരും, അതുറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ കുടുംബത്തിൽ പഴയതുപോലെ എങ്ങനെയാണോ അതേ രീതിയിൽ ജീവിതം മുന്നോട്ട് വരും അച്ഛാ. അതിന് ഞാൻ ചില തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അച്ഛാ എന്ന് സിദ്ധാർത്ഥൻ്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ കണ്ണും വെടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവരെന്താ ഇങ്ങനെ കിടന്ന് പറയുന്നത്? ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം അച്ചാച്ചന് സിദ്ധാർത്ഥൻ്റെ ആ മാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചന് വളരെയേറെ സന്തോഷവും. സുമിത്രയാണെങ്കിലും ആകെ ഒരു പിടികിട്ടാത്തൊരവസ്ഥയിൽ പഴയതുപോലെ ആകും. പഴയതുപോലെ കളിയും ചിരിയും വർത്തമാനം അങ്ങനെ നല്ല രീതിയിൽ ശ്രീനിലയം എങ്ങനെയാണോ ആദ്യം മുന്നോട്ട് പോയത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാൻ നിൽക്കുക. അപ്പം സിദ്ധാർത്ഥാണെങ്കിൽ ഇനി അച്ഛൻ സങ്കടപ്പെടേണ്ട അച്ഛാ, ഞാനായിട്ട് കിടത്തിയ സന്തോഷം ഞാനായിട്ട് തന്നെ കൊണ്ടുവരും. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, അച്ഛൻ്റെ മനസ്സിന് ഇനി സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല എന്ന് അച്ചാച്ചന് വാക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വാക്കും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചൻ സന്തോഷമായി. കണ്ടില്ലേ അവൻ്റെ മാറ്റം, കണ്ടില്ലേ? ഈ ഒരു മാറ്റത്തിനും അച്ഛൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മോളെ എന്നും പറഞ്ഞ് അച്ചാച്ചനും അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര പിന്നീട് സരസ്വതി അമ്മയോട് വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കില്ലല്ലോ. പക്ഷേ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ വേവലാതിയാണ്, എന്താ സിദ്ധാർത്ഥ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെ സുമിത്ര പോകാറായി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര നീ അവിടെ നിന്നേ, എന്താ അമ്മേ? അല്ല സിദ്ധാർത്ഥ് എന്താണ് ഇങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? അല്ല സിദ്ധാർത്ഥ് പറഞ്ഞല്ലോ പഴയതുപോലത്തുള്ള സന്തോഷങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരുമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഞാനെങ്ങനെ മനസ്സിലാക്കാനാണ്? അമ്മയ്ക്ക് തന്നെ അമ്മയുടെ മകൻ്റെയോട് ചോദിക്കാറുന്നില്ലേ? ഞാൻ എങ്ങനെ അറിയാനാണ്? സുമിത്രേ, എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാനായിട്ട് നീ നിൽക്കണ്ട. നിനക്ക് അർത്ഥമൊക്കെ മനസ്സിലായി സുമിത്രേ. പക്ഷേ നിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അല്ല, വേദികയെ ഉപേക്ഷിച്ചിട്ട് നിന്നെ കല്യാണം കഴിക്കാനാണ് സിദ്ധു മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് നടക്കാനായിട്ട് പോകുന്നില്ല. അല്ല, പഴയ സന്തോഷമൊക്കെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് സിദ്ധു ഇവിടെ പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? വേദി ഉപേക്ഷിച്ചിട്ട് നിന്നെ കല്യാണം കഴിച്ചിട്ട് പഴയതുപോലെ ഇവിടെ കുടുംബജീവിതം നയിക്കാമെന്ന്. പക്ഷെ നടക്കില്ല സുമിത്രേ, ഇതെല്ലാം നിൻ്റെ മനസ്സിലെ വെറും മോഹം മാത്രമാണെന്ന് സരസ്വതി അമ്മ പറയുകയാണ്. അപ്പം സരസ്വതി അമ്മയുടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കലി വന്ന് സഹിക്കാൻ പറ്റാൻ നിൽക്കുകയാണ്. പക്ഷേ ഈ സരസ്വതി അമ്മയോട് എന്തോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. വീണ്ടും ഉളുപ്പില്ലാതെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? സഞ്ജനയും കൊണ്ട് പ്രതീക്ഷ പടിയിറങ്ങോ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.